നടന്ന ചർച്ചകൾ ആ ചർച്ചയിലെ അതൃപ്തി ഡൊണാൾഡ് ട്രംപ് പ്രകടമാക്കിയത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ അടുത്തയാഴ്ച വിയന്നയിൽ ഈ ചർച്ചകളുടെ തുടർച്ചയുണ്ടാകാൻ പോവുകയാണ്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് ഈ അനുനയ നീക്കങ്ങളും ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഒരു യുദ്ധത്തിലേക്ക് നയിക്കും വിധത്തിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ രാഷ്ട്രങ്ങൾ ഇടപെടുന്നത്, ഈ ചർച്ചകളിലൂടെ ഒരു സമവായത്തിലെത്താൻ സാധിക്കുമോ, ഈ ചർച്ചകളിലൂടെ അമേരിക്ക ആവശ്യപ്പെടുന്ന തരത്തിൽ ഇതിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കാൻ ഇറാൻ ഭരണകൂടം തയ്യാറാകുമോ, ആണവ പരീക്ഷണങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അതുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇറാൻ ഭരണകൂടം തയ്യാറാകുമോ, ഇങ്ങനെ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്കൊന്നും ഒരു വിദേശ ശക്തിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല, അത് ഒരു പരമാധികാര രാഷ്ട്രത്തിന് യോജിച്ചതല്ല എന്ന നിലപാടാണ് ഇറാൻ ഭരണകൂടം പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമായി നിൽക്കുന്നു. 3-4 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണം എന്നത് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും പദ്ധതിയിട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇസ്രായേൽ കേന്ദ്രീകരിച്ച് അമേരിക്കയുടെ സൈനിക സജ്ജീകരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർണ്ണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് USS